Assalamualaikum. Okay, let's start the session here. We are waiting for 4 minutes. പിന്നെ അധികം പേര് വരാറില്ലല്ലോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് മൊഡ്യൂൾ 1 നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ ഡിസ്കസ് ചെയ്യണ്ട. അതിന്റെ നോട്ട്സ് ഷെയർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ഷെയർ ചെയ്യാം. ഇന്ന് നമ്മൾ അടുത്ത കവിത മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. ഇതോടുകൂടി നമ്മൾ മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആവും. പേജ് നമ്പർ 25. ഇത് വളരെ ചെറിയൊരു കവിതയാണ്, നല്ല രസമുള്ള, അല്ലെങ്കിൽ അതിന്റെ കോണ്ടന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതിയാണ്. നമുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് തന്നെ പോകാൻ കഴിയും. അതിനുള്ള സമയമുണ്ട്. ചെറിയ കവിത ആയതുകൊണ്ട് അതിനുള്ള സമയം കിട്ടും. So I'm sharing the pages from your textbook here, page number 25. My grandmother's house. Am I audible? Okay. മുത്തശ്ശി വീട്, കമലാദാസ് എഴുതിയ കവിതയാണ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. ചിലപ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ചതും ആവാം. ഇത് അവരുടെ ചില കവിതകളൊക്കെ സ്കൂൾ പുസ്തകത്തിന് ഉണ്ടായിരുന്നു. കമലദാസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്. ഈസ് എ പ്രോമിനന്റ് ബൈലിംഗ്വൽ റൈറ്റർ. പ്രമുഖയായ ദ്വിഭാഷി ഓതറാണ്. രണ്ട് ഭാഷകളിൽ എഴുതുന്ന ഓതറാണ്. കാരണം മലയാളത്തിലും അവര് പ്രശസ്തയായ എഴുത്തുകാരിയാണ്, ഇംഗ്ലീഷിലും അവർ പ്രശസ്തയായ എഴുത്തുകാരിയാണ്. ഫ്രം കേരള, ഹു ഏൺ ദ ടൈറ്റിൽ ദ മദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് പോയട്രി എന്ന് അവർ വിളിക്കപ്പെടാറുണ്ട്. മോഡേൺ ഇംഗ്ലീഷ് പോയട്രി, അവർ മോഡേണിറ്റിയിലേക്കാൾ കൂടുതൽ അവർ ശ്രദ്ധിച്ച സത്യത്തിൽ എന്താ പറയാ, എ കൈൻഡ് ഓഫ് എക്സ്പോഷൻ അതിന്റെ താഴ്ഭാഗത്ത് വരുന്നുണ്ട്. ടു ഹെയർ മലയാളി റീഡേഴ്സ് ഷീസ് മാധവിക്കുട്ടി. ടു ഹെറിന്റെ ആവശ്യമില്ല. ടു ദ മലയാളി റീഡേഴ്സ് ഷീസ് മാധവിക്കുട്ടി. ടു ഹെർ ഇംഗ്ലീഷ് റീഡേഴ്സ്, അങ്ങനെ ടു ഹെർ മലയാളി റീഡേഴ്സ്, അവരെ വായിക്കുന്ന മലയാളി റീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ മാധവിക്കുട്ടി എന്നാണ് മലയാളി റീഡേഴ്സിന്റെ ഇടയിൽ പ്രശസ്തിയായിട്ടുള്ളത്. ഇംഗ്ലീഷ് റീഡേഴ്സിന്റെ ഇടയിൽ കമലാദാസ് എന്നാണ് പ്രശസ്തിയായിട്ടുള്ളത്. കമലാ സുരയ്യ എന്ന പേരാണ് അവര്. ദ നെയിം ഷി അഡോപ്റ്റഡ് ആഫ്റ്റർ ഹെർ കൺവേർഷൻ ടു ഇസ്ലാം. മുസ്ലിം ആയതിനു ശേഷം അവര് കമലാ സുരയ്യ എന്ന പേര് മാറ്റുകയും ചെയ്തു. അഡോപ്റ്റ് മീൻസ് എടുക്കുക എന്ന പേരാണ് അവരെടുത്തത്. ഷീ ഈസ് എൻ ഐക്കണോക്ലാസ്റ്റ്. ഷീ ഈസ് എൻ ഐക്കണോക്ലാസ്റ്റ്. അവരൊരു ഐക്കണോക്ലാസ്റ്റ് ആകുന്നു. ഐക്കണോക്ലാസ്റ്റ് എന്ന് വെച്ചാല് ഐക്കണുകളെ പൊളിക്കുന്നയാളെന്ന് അർത്ഥം. ഐക്കണുകളെ പൊളിക്കുന്നയാള്. ഐക്കണുകളെ പൊളിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഐക്കൺ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരമായ ഒരു ഒരു കോണ്ടന്റിനെ പൊളിച്ചെഴുതുന്ന സ്വഭാവത്തിനാണ് സിമ്പിൾ. ഷീസ് ആൻ ഐക്കണോക്ലാസ്റ്റ്. ക്ലിയർ? ഒരു മിനിറ്റ്, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഷീസ് ആൻ ഐക്കണോക്ലാസ്റ്റ് മീൻസ് അവര് ആചാരങ്ങൾ പാലിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. എന്താചാരങ്ങൾ? ഹു ബ്രോക്ക് new grounds in female writing with her explicit treatment of female sexuality. അവര് പുതിയ ഒരു നിലം പൊളിച്ചെഴുതുകയുണ്ടായി. എന്താണ്? ഇൻ ഫീമെയിൽ റൈറ്റിംഗ്, സ്ത്രീകളുടെ എഴുത്തു രീതിയിൽ. വിത്ത് ഹർ എക്സ്പ്ലിസിറ്റ് ട്രീറ്റ്മെന്റ് ഓഫ് ഫീമെയിൽ സെക്സ്വാലിറ്റി. എങ്ങനെ? ഫീമെയിൽ സെക്സ്വാലിറ്റിയെ വളരെ എക്സ്പ്ലിസിറ്റ് ചെയ്തുകൊണ്ട് വ്യക്തമായി പറയുന്ന ഒരു രീതിയിലൂടെ. അപ്പൊ മോഡേണിറ്റിയുടെ തുടക്കത്തില് പോലും മലയാളത്തിൽ ഫീമെയിൽ സെക്സ്വാലിറ്റി ഓപ്പൺ ആയിട്ട് പറയുന്ന, അതായത് ഫീമെയിൽ സെക്സ്വാലിറ്റി എന്താണ് അവളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, എന്താണ് അവളുടെ ഫ്രസ്ട്രേഷൻസ്, എന്താണ് നിരാശകൾ, ഇതെല്ലാം പുരുഷന്മാരുടെ ധാരണയിലുള്ള എഴുത്തുകളാണ് അതുവരെ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അതേസമയം സ്ത്രീ തന്നെ അവളുടെ മനസ്സിലെ നിരാശകളും താല്പര്യങ്ങളും എഴുതുന്ന ഒരു ശൈലി അക്കാലത്ത് മോഡേണിറ്റിയുടെ ആരംഭത്തിന് ശേഷവും ഉണ്ടായിട്ടില്ല. ആദ്യ സത്യത്തിൽ ആരംഭിച്ച, അങ്ങനെ എഴുതി തുടങ്ങിയ ഒരു ഐക്കണോക്ലാസ്റ്റ് ആകുന്നു. പതിവ് രീതികൾ പൊളിച്ചെഴുതിയ വ്യക്തിയാകുന്നു കമലാ സുരയ്യ. ഷീ ബ്രോട്ട് അപ്പ് ഫോർ കാൻഡിഡ് ഡിസ്കഷൻ
ടാബു ടോപ്പിക്സ് ലൈക്ക് മെൻസ്ട്രേഷൻ, സെക്സ് ആൻഡ് ലെസ്ബിയൻ എൻകൗണ്ടേഴ്സ്. അതിന്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത് ഷീ ബ്രോട്ടം, അവർ വളർന്നു വന്നത് ഫോർ കാൻഡിഡ് ഡിസ്കഷൻ, വളരെ ഓപ്പൺ ആയ ഡിസ്കഷൻ സാധ്യമാകുന്ന ഒരു അറ്റ്മോസ്ഫിയറിലാണ്. ടാബു ടോപ്പിക്സ് പൊതുവെ മാറ്റി വെക്കപ്പെടുന്ന, ടാബു പറഞ്ഞാൽ ടച്ച് ചെയ്യാൻ പാടില്ലാത്ത, എല്ലാ സൊസൈറ്റിയിലും കുറെ ടാബു കോൺസെപ്റ്റുകൾ ഉണ്ടാവും. ലൈക്ക് മെൻസ്ട്രേഷൻ, ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ പൊതുവെ മെൻസ്ട്രേഷൻ, ലസ്റ്റ്, സെക്സ്, ലെസ്ബിയൻ എൻകൗണ്ടേഴ്സ്, ഇതൊക്കെ ഒരുപാട് കാലം ഈ ടാബു ടോപ്പിക്സ് ആയിട്ട് ഇരുന്നിരുന്ന കാര്യം. മെൻസ്ട്രേഷൻ പറഞ്ഞാൽ ലേഡീസിന്റെ മെൻസ്ട്രേഷൻ, ലെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈംഗിക താല്പര്യം, സെക്സ്, ലെസ്റ്റ് ലൈംഗിക താല്പര്യം, സെക്സ് ലൈംഗികത, ലെസ്ബിയൻ എൻകൗണ്ടേഴ്സ് പറഞ്ഞാൽ എന്താ പറയുക, ലെസ്ബിയനിസം ഉണ്ടല്ലോ, സ്ത്രീകൾക്ക് സ്ത്രീകളോടും, അതുപോലെ ഗേ ആൻഡ് ലെസ്ബിയൻ രണ്ടും ഒരു ഉൾപ്പെടുത്താം. അപ്പൊ അങ്ങനെയുള്ള രതി വൈകൃതങ്ങളോ അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധതയോ അല്ലെങ്കിൽ അവരുടെ അവകാശമോ എന്തായാലും അതിനെക്കുറിച്ചുള്ള കോൺസെപ്റ്റുകളെല്ലാം ടാബു ടോപ്പിക്സ് ആയിരുന്നു. അപ്പൊ ഇത്തരം ടോപ്പിക്കുകളെ കുറിച്ചൊക്കെ വളരെ കാൻഡിഡ് ആയിട്ട്, വളരെ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു രീതിയിലാണ് അവർ വളർന്നു വന്നത്. ഷീ ഡിസ്ക്രൈബ് ദ പാട്രിയാർക്കൽ വേൾഡ് ആസ് സംവൺ എൽസ് വേൾഡ് നോട്ട് മൈൻ. പാട്രിയാർക്കൽ വേൾഡിനെ, പുരുഷാധിപത്യ ലോകത്തെ കുറിച്ച് അവർ എക്സ്പ്ലെയിൻ ചെയ്തത് സംവൺ എൽസ് വേൾഡ് നോട്ട് മൈൻ, എന്റേതല്ല ആരുടെയോ ലോകം എന്നാണ്. മൈ മാൻ മൈ സെൻസ് ഫോമിങ് ദി ആക്സിസ്, എന്റെ മനുഷ്യനും എന്റെയാളും എന്റെ മക്കളും, മീൻസ് എന്റെ ഭർത്താവും എന്റെ മക്കളും, ഫോമിങ് ദി ആക്സിസ്, അതിന്റെ അച്ചുതണ്ടുമാണ്. അപ്പൊ എന്റെ ഭർത്താവും എന്റെ മക്കളും പോലും ഈ പാട്രിയാർക്കൽ വേൾഡിന്റെ അച്ചുതണ്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് അവര് വളരെ ഓപ്പൺ ആയിട്ട് പറയുന്ന രീതിയിലാണ് അവർ എഴുത്ത്. ദ പബ്ലിക്കേഷൻ ഓഫ് എർ ഓട്ടോബയോഗ്രഫി മൈ സ്റ്റോറി, ഇത് ഏറ്റവും വിവാദമായിട്ട് മാറിയത് മൈ സ്റ്റോറി എന്ന ഓട്ടോബയോഗ്രഫി അവർ പബ്ലിഷ് ചെയ്തപ്പോഴാണ്. ഷോക്ക് ദ മോറൽ കോൺഷ്യൻസ് ഓഫ് മലയാളി റീഡേഴ്സ്, ആ മൈ സ്റ്റോറി മലയാളി വായനക്കാരുടെ മൊറാലിറ്റിയെ, ധാർമ്മിക ബോധത്തെ ഷോക്കടിപ്പിച്ചു. who were not accustomed to പറഞ്ഞാൽ ശീലമാവുക, accustomed to ഇവിടെ വായിച്ചിട്ടുണ്ട്, accustomed to ശീലമാവുക, who were not accustomed to representation of female desire. അപ്പൊ അവിടെ സ്ത്രൈണമായ ആഗ്രഹങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതി അറിയാത്ത, അത് ആ ശീലം ഇല്ലാത്ത വായനക്കാർക്ക് പിന്നെ മാധവിക്കുട്ടി ആരായി? മലയാളിയുടെ ധാർമ്മിക ബോധങ്ങളെ, മോറൽ കോൺഷ്യൻസ്, ധാർമ്മിക ബോധത്തെ ചോദ്യം ചെയ്ത അല്ലെങ്കിൽ ഷോക്കടിപ്പിച്ച ഒരു എഴുത്തുകാരിയായിട്ട് മാറി. പക്ഷെ പിന്നീട് അവർ അതിന്റെ ലേറ്റർ പബ്ലിക്കേഷൻസിലൊക്കെ ആ വിവാദമായ ചാപ്റ്റർ അവർ ഒഴിവാക്കി. She dismissed the shock of her readers by hypocrisy. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് ആ റീഡേഴ്സിന്റെ പ്രശ്നമാണെന്ന് പറയും. എന്താ പ്രശ്നം? ആസ് ഹിപ്പോക്രസി, നിങ്ങളുടെ ഹിപ്പോക്രസി ആകുന്നു. ഹിപ്പോക്രസി എന്ന് പറഞ്ഞാൽ ഉള്ളിലൊന്ന് ഉണ്ടാവുകയും പുറത്ത് വേറൊന്ന് കാണിക്കുകയും ചെയ്യുക. എല്ലാ മനുഷ്യന്മാരുടെ അകത്തുള്ള ഡിസൈർസ് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞതും. നിങ്ങൾ അതിനെ കുറിച്ച് പറയാൻ, നിങ്ങൾക്ക് അതൊന്നും ഇല്ല, നിങ്ങൾ അതൊന്നും പറയാൻ പാടില്ല എന്ന മട്ടിൽ ഹിപ്പോക്രാറ്റുകളായിട്ട് നടക്കുകയാണ് എന്നാണ് അവര് അതിന് മറുപടി കൊടുത്തത്. She daringly resisted the stereotypical roles of women. അതുപോലെ അവര് വളരെ ധൈര്യസമേതം റെസിസ്റ്റ് ചെയ്തു, പ്രതിരോധിച്ചു. ദ സ്റ്റീരിയോടിപ്പിക്കൽ റോൾസ് ഓഫ് വിമൻ, സ്ത്രീകളുടെ പതിവ് റോളുകളെ, പതിവായിട്ട് സ്ഥിരമായിട്ട് അവർക്ക് നൽകപ്പെടുന്ന റോളുകളെ അവർ നിരാകരിച്ചു. സ്റ്റീരിയോടിപ്പിക്കൽ മീൻസ് എല്ലാ കമ്മ്യൂണിറ്റികളിലും പിന്നെ സ്റ്റീരിയോടിപ്പിക്കലായ കുറച്ച് റോൾസ് ഉണ്ടാവും. സ്ത്രീകൾക്ക് അടുക്കളപ്പണി എന്ന് പറയുന്ന പോലെ, കുട്ടികൾ മക്കൾ എന്ന് പറയുന്ന പോലെ സ്റ്റീരിയോടിപ്പിക്കലായ റോളുകൾ വിമൻ ഉണ്ടാവും. അതിനെ റെസിസ്റ്റ് ചെയ്ത്, ധൈര്യപൂർവ്വം റെസിസ്റ്റ് ചെയ്ത ഒരു വ്യക്തി കൂടെയാണ്. ഷി ഡിസ്കസസ് ഹെർ എൻട്രി ഇൻ ടു റൈറ്റിംഗ് ദസ്, അവരുടെ എഴുത്തിന്റെ തുടക്കകാലത്ത് തന്നെ ഇങ്ങനെയാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. എ വുമൺ ഹാഡ് ടു പ്രൂവ് ഹെർസെൽഫ് ടു ബി എ ഗുഡ് വൈഫ്, എ ഗുഡ് മദർ, ബിഫോർ ഷീ കുഡ് ബിക്കം എനിത്തിങ് എൽസ്. എങ്ങനെ? എ വുമൺ, ഒരു സ്ത്രീക്ക്, ഹാഡ് ടു പ്രൂവ്, അവർക്ക് തെളിയിക്കേണ്ടതുണ്ടായിരുന്നു. ഒരു സ്ത്രീക്ക് തെളിയിക്കൽ ആവശ്യമാണ്. എന്ത്? ഹെർസെൽഫ്, സ്വയം, ടു ബി എ ഗുഡ് വൈഫ്, ഒരു നല്ല ഭാര്യയായിട്ട്, എ ഗുഡ് മദർ, ഒരു നല്ല അമ്മയായിട്ട്. അപ്പൊ ഒരു സ്ത്രീക്ക് ഞാനൊരു നല്ല ഭാര്യയാണ്, ഞാനൊരു നല്ല അമ്മയാണെന്ന് തെളിയിക്കേണ്ടതുണ്ടായിരുന്നു. ബിഫോർ ഷീ കുഡ് ബിക്കം എനിത്തിങ് എൽസ്, അവൾ മറ്റെന്തുമാകുന്നതിന് മുമ്പ്. അവൾ നല്ല ഒരു ടീച്ചർ ആയതുകൊണ്ട് കാര്യമില്ല, അവൾ ആദ്യം നല്ലൊരു ഭാര്യയും ഒരു അമ്മയുമാണ് തെളിയിക്കണം. അതിനുശേഷം മാത്രമാണ് അവൾക്ക് ടീച്ചറായിട്ട് കാര്യമുള്ളത്.
മനസ്സിലായേ? അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് മെൻ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ഓഫ് വെയിറ്റിംഗ്. ഈ തെളിയിക്കൽ പൂർത്തിയാവാൻ ഒരുപാട് വർഷങ്ങളുടെ ആരോടെ പച്ച വരവരച്ച് കളിക്കും, ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പ് ആവശ്യമായിരുന്നു. ദാറ്റ് മെൻ വെയിറ്റിംഗ് ടിൽ ദ ഗ്രേയിങ് ഇയേഴ്സ്. അതിന്റെ മീനിങ്, അത് അർത്ഥമാക്കുന്നത് എന്താണ്? വെയിറ്റിംഗ് ടിൽ ദ ഗ്രേയിങ് ഇയേഴ്സ്. ഗ്രേയിങ് ഇയേഴ്സ് മീൻസ് വയസ്സായത്. പിന്നെ ഗ്രേ ചെയ്യാന്ന് പറഞ്ഞാൽ മുടിയൊക്കെ വെളുക്കുക, നരബാധിക്കുന്ന കാലം വരെയും സ്ത്രീകൾക്ക് കാത്തിരിക്കേണ്ടി വന്നു ഒരു നല്ല ഭാര്യയും ഒരു നല്ല അമ്മയുമായി കിട്ടാൻ വേണ്ടി. ഇത് കഴിഞ്ഞിട്ട് അവർക്ക് വേറെ എന്തെങ്കിലും ആവാൻ പറ്റുള്ളൂ. ഐ ഡിഡ്ന്റ് ഹാവ് ദ ടൈം ടു വെയിറ്റ്. പക്ഷെ എനിക്ക് കാത്തിരിക്കാൻ സമയമില്ലായിരുന്നു. ഐ ഡിഡ്ന്റ് ഹാവ്, എനിക്കില്ല, ദ ടൈം, സമയമില്ല, ടു വെയിറ്റ്. ഐ വാസ് ഇംപേഷ്യന്റ്, കാരണം എനിക്ക് ക്ഷമ തീരെ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. സോ അതുകൊണ്ട് ഐ സ്റ്റാർട്ട് റൈറ്റിംഗ് ക്വൈറ്റ് ഏർലി ഇൻ മൈ ലൈഫ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നേരത്തെ തന്നെ എഴുതി തുടങ്ങിയത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ട് ഞാനൊരു എഴുത്തുകാരിയായി എന്നതിന് പോലും അവർ പറയുന്ന മറുപടി, എനിക്ക് കാത്തിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം എഴുത്തുകാരിയായി. നല്ല ഭാര്യയാവാനും നല്ല അമ്മയാവാനും കാലം കാത്തിരിക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു. സം ഓഫ് ഫേവറേറ്റ് തീംസ് വർ ഫീമെയിൽ ഐഡന്റിറ്റി. അവരുടെ ഇഷ്ട തീമുകൾ, അവരുടെ മിക്ക രചനകളും കാണുന്ന തീമുകളാണ് ഫീമെയിൽ ഐഡന്റിറ്റി, ഫ്രീഡം ആൻഡ് ക്വസ്റ്റ് ഫോർ ലവ്, പ്രണയത്തിന് വേണ്ടിയുള്ള ദാഹം. She has been compared to the confessional poets like Sylvia Plath and Anne Sexton. ഈ വാക്ക് നോട്ട് ചെയ്തോളൂ, കൺഫെഷണൽ പോയറ്റ്. ഇവര് കൺഫെഷണൽ പോയറ്റ് ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. സിൽവിയ പ്ലാത്തും ആൻ സെക്ഷനും ഒക്കെ ഫേമസ് ആയ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഫേമസ് ആയ കൺഫെഷണൽ പോയറ്റ്സ് ആണ്. അവരുടേതിന് സമാനമായ കൺഫെഷണൽ പോയട്രി എഴുതിയിട്ടുള്ള വ്യക്തിയാണ് കമലാദാസ്. കൺഫെഷണൽ പോയട്രി എന്ന് വെച്ചാല് ഒരു വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിലെ പിന്നെ സ്വകാര്യമായ കുമ്പസാരങ്ങളെ പോലും തെറ്റുകളെ പോലും കവിതയിൽ കൊണ്ടുവരുന്ന എഴുത്ത് രീതിക്കാണ് കൺഫെഷണൽ പോയട്രി എന്ന് പറയാം. അവരുടെ ലൈഫിലെ വളരെ ഉള്ളിൽ നിന്ന് എടുത്ത കാര്യങ്ങളൊക്കെ അവർ കവിതയിലേക്ക് കൊണ്ടുവരും. ഇതാണ് കൺഫെഷണൽ പോയട്രി എന്ന് പറയാം. ഓക്കെ. Then Kamala Das hailed from an illustrious family of writers and intellectuals. Kamala Das വരുന്നത് hail from means വരിക. അവർ വരുന്നത് എവിടെ നിന്നാണ്? An illustrious family of writers and intellectuals. ബുദ്ധിജീവികളുടെയും എഴുത്തുകാരുടെയും എന്താ പറയുക, വിശിഷ്ടമായ ഒരു കുടുംബത്തിൽ നിന്നാണ്. ബുദ്ധിജീവികളെ കൊണ്ടും എഴുത്തുകാരെ കൊണ്ടും ശ്രദ്ധേയമായ ഒരു ഫാമിലിയിൽ നിന്നാണ് അവർ വരുന്നത്. She was born in പുന്നയൂർകുളം to V.M. നായർ, ദ മാനേജിംഗ് എഡിറ്റർ ഓഫ് മാതൃഭൂമി. മാതൃഭൂമിയുടെ മാനേജിംഗ് എഡിറ്റർ ആയിരുന്ന V.M. നായരുടെ മകളാണ്. ആൻഡ് ബാലാമണി അമ്മ നമുക്ക് അറിയാവുന്ന ആളാണ്. ദ റിനൗണ്ട് പോയറ്റ്, ഫേമസ് ആയ കവയിത്രിയുമാണ്. ഇവരുടെ രണ്ടുപേരുടെയും മകളാണ് കമലാദാസ്. ഹെർ അങ്കിൾ, അവരുടെ അമ്മാവൻ നാലപ്പാട്ട് നാരായണ മേനോൻ വാസ് ആൻ എമിനന്റ് റൈറ്റർ. വളരെ ഫേമസ് ആയ റൈറ്റർ ആയിരുന്നു നാരായണ മേനോൻ. അദ്ദേഹത്തിന്റെ പാവങ്ങൾ എന്ന ട്രാൻസ്ലേഷനാണ് മലയാളത്തിൽ മോഡേണിറ്റിയുടെ ആരംഭം കുറിച്ച നോവൽ എന്നൊക്കെ പറയപ്പെടുന്നു. അതിനുശേഷമാണ് മികച്ച രചനകൾ, സമാനമായ ലോക സാഹിത്യത്തിന് കിടപിടിക്കാവുന്ന രചനകൾ മലയാളത്തിൽ വന്നത്. അതാണ് നാലപ്പാട്ട് നാരായണ മേനോൻ. എ കൺസിഡറബിൾ പാർട്ട് ഓഫ് ദർ ചൈൽഡ്ഹുഡ് വാസ് സ്പെൻഡ് ഇൻ കൽക്കട്ട. അവരുടെ ചൈൽഡ്ഹുഡ് വളരെ വലിയൊരു ഭാഗം, കൺസിഡറബിൾ പാർട്ട്, വളരെ വളരെ പരിഗണനീയമായ ഒരു ഭാഗം എവിടെയായിരുന്നു? കൽക്കത്തയിലായിരുന്നു. ഷീ ഗോട്ട് മാരീഡ് ടു മാധവ് ദാസ്. പുള്ളിക്കാരിയുടെ ഭർത്താവിന്റെ പേര് മാധവ് ദാസ് എന്നാണ്. ആൻ എംപ്ലോയി ഓഫ് RBI അറ്റ് ദി ഏജ് ഓഫ് 15. എംപ്ലോയി ആയത് 15-ാം വയസ്സിലല്ല. RBI എംപ്ലോയി ആയ മാധവ് ദാസുമായി മാരീഡ് ആയത് 15-ാം വയസ്സിലാണ്. ആൻഡ് മൂവ് ടു ബോംബെ. അങ്ങനെ പുള്ളിക്കാരന്റെ കൂടെ ബോംബെയിലേക്ക് പോയി. ഹെർ മേജർ വർക്ക്സ് ഇൻ മലയാളം: പക്ഷിയുടെ മനം, നെയ്പായസം സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? തണുപ്പ്, ചന്ദനമരങ്ങൾ, നിർമാതളം പൂത്തകാലം, അതൊക്കെ വായിക്കണം. നിർമാതളം പൂത്തകാലം എന്തായാലും വായിക്കണം. സം ഓഫ് ഹെർ പോയട്രി കളക്ഷൻ, സമ്മർ ഇൻ കൽക്കട്ട, ഇംഗ്ലീഷ് ആണല്ലോ. ദി ഓൾഡ് പ്ലേ ഹൗസ് ആൻഡ് അതർ പോംസ്, ദ സൈറൻസ്, ദ റിസെൻഡൻസ് ഓഫ് ദ സ്ട്രേഞ്ച് ടൈം. ഇങ്ങനെ വളരെ ഫേമസ് ആയ കുറെ കളക്ഷൻസും അവരുടേതായിട്ടുണ്ട്. ആഫ്റ്റർ ഹെർ കൺവേർഷൻ ടു ഇസ്ലാം, മുസ്ലിം ആയതിനു ശേഷം, ഷീ പബ്ലിഷ്ഡ് എ പോയട്രി കളക്ഷൻ കോൾഡ് യാ അല്ലാ. മുസ്ലിം ആയതിനു ശേഷം യാ അല്ലാ എന്ന പേരിൽ ഒരു കളക്ഷൻ അവർ പബ്ലിഷ് ചെയ്തു. ഇൻ വൺ ഓഫ് ഹെർ ഇന്റർവ്യൂസ്, ഒരു ഇന്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട്, ഷീ ഡിസ്ക്രൈബ്സ് ഹെർസെൽഫ്, അവരെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? ആസ് അല്ലാഹ് സബ്സേവിയൻ ഹാൻഡ് മെയ്ഡ്. ഞാൻ അള്ളാഹുവിന്റെ സബ്സേവിയൻ ഹാൻഡ് മെയ്ഡ്, എന്താ പറയാ, സബ്സേവിയന്റ് പറഞ്ഞാൽ എല്ലാ ആജ്ഞകളും അതേപടി ചെയ്യാൻ തയ്യാറുള്ള ഹാൻഡ് മെയ്ഡൻ, ഒരു പരിചാരക ദാസി മാത്രമാകുന്നു എന്ന് പറയുന്നു. ഷീ ഹാസ് റിസീവ്ഡ് മെനി
Accolades means എന്താ പറയാ, ആദരവുകൾ, ഒരുപാട് ആദരവുകൾ അവർ സ്വീകരിച്ചിട്ടുണ്ട്. ലൈക്ക് പെൻ ഏഷ്യൻ പോയട്രി പ്രൈസ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ സ്റ്റോറി, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, മുട്ടത്തുവർക്കി അവാർഡ്. And she became the pride of Kerala on being shortlisted for the Nobel Prize in Literature. ഒരു തവണ അവർ നൊബേൽ പ്രൈസിന്റെ ലിസ്റ്റിൽ, ഷോർട്ട് ലിസ്റ്റിൽ വരെ എത്തുകയുണ്ടായി. ഓക്കെ, ദെൻ നമ്മൾക്ക് ഇവിടെ പഠിക്കാനുള്ള മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന കവിത, പോം ദാറ്റ് അപ്പിയേഴ്സ് ഇൻ ദി ആന്തോളജി സമർ ഇൻ കൽക്കട്ട. അത് നോട്ട് ചെയ്യണം. സമർ ഇൻ കൽക്കട്ട എന്ന കളക്ഷനിലാണ് ഈ കവിത പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആ കവിത ഇസ് എ നൊസ്റ്റാൾജിക് അറ്റംപ്റ്റ്. അതൊരു നൊസ്റ്റാൾജിക് അറ്റംപ്റ്റ് ആകുന്നു. നൊസ്റ്റാൾജി നമുക്കറിയാലോ, ഗൃഹാതുരതമായ ഒരു ശ്രമമാകുന്നു. അറ്റംപ്റ്റ് എന്ന ഒരു ശ്രമം. ടു ക്യാപ്ചർ ദ മെമ്മറീസ്. ക്യാപ്ചറിങ് പറഞ്ഞാൽ പിടിക്കുക, അല്ലെ, എടുക്കുക. ക്യാപ്ചർ ചെയ്യാൻ, ഫോട്ടോ ക്യാപ്ചർ ചെയ്യാന്നല്ലേ പറയാം. ക്യാപ്ചർ ദ മെമ്മറീസ് ഓഫ് ഹെർ ഗ്രാൻഡ് മദർ. തന്റെ മുത്തശ്ശിയെ കുറിച്ചുള്ള ഓർമ്മകളെ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഈ കവിത. ഈ കവിതയില് അത് അവരവരുടെ മുത്തശ്ശിയെ കുറിച്ച് പറയാൻ, മുത്തശ്ശിയെ കുറിച്ച് എന്റെ മുത്തശ്ശി അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു പറഞ്ഞു പോവാണോ? അല്ല, അവരൊരു കൺഫെഷണൽ പോയറ്റാണ് നമ്മൾ പറയണ്ടായി. ആ മുത്തശ്ശിയുടെ ഓർമ്മകൾ അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് മുത്തശ്ശിയുടെ മുത്തശ്ശി ഉണ്ടായിരുന്ന കാലഘട്ടവും ഇപ്പൊ അവര് ജീവിക്കുന്ന സിറ്റുവേഷനും താരതമ്യപ്പെടുത്താൻ പറ്റുന്നത്, അങ്ങനെ ഒരു എഴുത്ത് രീതിയിലാണ് കവിത എഴുതിയിട്ടുള്ളത്. ദ പോം റിവീൽസ്, ഈ കവിത വ്യക്തമാക്കുന്നു, റിവീൽസ് പുറത്തു കൊണ്ടുവരുന്നു, ഹെർ സ്ട്രോങ് ഇമോഷണൽ ടൈസ് ടു ഹെർ ആൻസെസ്ട്രൽ ഹോം. ആൻസെസ്ട്രൽ ഹോം മീൻസ് തറവാട് വീട്. Hello guys, am I audible now? Yes. എന്താ സംഭവിച്ചണോ? ക്ലിയർ കുറവുണ്ട് കേട്ടോ, അങ്ങനെ ലാഗ് ആവുന്നു. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, യെസ്, താങ്ക് യു ഫോർ വെയിറ്റിംഗ്. ഞാനിവിടെ മാക്സിമം റേഞ്ചിലുള്ളടത്താണ്. ഇവിടെ ഫുൾ റേഞ്ച് ഒക്കെ കാണിക്കണം. ഇവിടെ അടുത്തൊരു ടവറൊക്കെ ഉണ്ടാവും, സംഭവിക്കുന്നതാണോ? ഓക്കെ, so the poem reveals her strong emotional ties to her ancestral home where she spent a considerable part of her childhood which has now fallen into disuse. ഇപ്പൊ അത് ഡിസ്യൂസ് ആയിട്ട് ഉപയോഗശൂന്യമായി മാറിയിട്ടുള്ള ആ തറവാടിനോട് അവർക്കുള്ള ആത്മബന്ധം. She contrasts the love and security she experienced there with the alienation she suffers as a result of her loveless marital life in an alien city. പക്ഷെ അങ്ങനെ അമ്മമ്മ ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയുക മാത്രമല്ല അവർ ചെയ്യുന്നത്. ഷീ കോൺട്രാസ്റ്റ്, അവർ താരതമ്യപ്പെടുത്തുന്നു. ദ ലവ് ആൻഡ് സെക്യൂരിറ്റി ഷീ എക്സ്പീരിയൻസ് ദേർ, അവിടെ മുത്തശ്ശിയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവരനുഭവിച്ച സ്നേഹവും സെക്യൂരിറ്റിയും എന്തുമായിട്ട്, വിത്ത് ദ അലിയനേഷൻ ഷീ സഫേഴ്സ്, അവരിപ്പോൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിനോട്, ആസ് എ റിസൾട്ട് ഓഫ് ഹെർ ലവ്ലെസ് മാരിറ്റൽ ലൈഫ് ഇൻ ഏലിയൻ സിറ്റി, ഒരു വിദേശ നാട്ടില് അവരുടെ ഒട്ടും പ്രണയമില്ലാത്ത വിവാഹ ജീവിതത്തിന്റെ ഫലമായിട്ട് അവരനുഭവിക്കുന്ന ഏകാന്തതയുമായിട്ട് അവരുടെ തറവാട്ട് വീട്ടിൽ ജീവിക്കുന്ന
മുത്തശ്ശിയുടെ സ്നേഹോഷ്മളമായ ജീവിതവുമായി താരതമ്യപ്പെടുത്തുന്നു കവിതയുടെ എൻഡിൽ. അപ്പൊ അങ്ങനെയാണ് അവർ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ടെക്സ്റ്റ്. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു കവിതയാണ്. നമുക്കത് ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിച്ചു പോകാനുള്ള സമയം ഉണ്ടാവും. There is a house now far away where once I received love. There is a house. ഒരു വീടുണ്ട്. Now far away. ഇപ്പൊ അത് ഒരുപാട് ദൂരെയാണ്. അതായത് ഇവരിപ്പോ ഭർത്താവിന്റെ കൂടെ ബോംബെയിലാണ്. അപ്പൊ അവരവിടെ നിന്ന് എഴുതുന്ന പോലെയാണ് എഴുതുന്നത്. There is a house now far away. ഒരുപാട് അകലെ ഒരു വീടുണ്ട്. There, അവിടെ once I received love. ഒരിക്കൽ എനിക്ക് സ്നേഹം ലഭിച്ചിരുന്നു. എനിക്ക് സ്നേഹം ലഭിച്ചിരുന്ന ഒരു വീടുണ്ട്. That woman died. അവർ മരിച്ചുപോയി. അപ്പോ അവിടെ ഇങ്ങനെ കുറെ ആശയങ്ങൾ പറയാൻ വിട്ടതുപോലെ എഴുതിയിട്ട് പിന്നെ ദാറ്റ് വുമൺ ഡൈഡ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ആണെന്നും ആ വുമൺ ആരാണ്, ഗ്രാൻഡ് മദർ ആണെന്നും. കാരണം അതിന്റെ ടൈറ്റിൽ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ഉണ്ടല്ലോ, ഇവിടെ ടെക്സ്റ്റ് ആയതുകൊണ്ടാണ്. ടൈറ്റിൽ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടും ടൈറ്റിൽ വായിച്ച് നേരെ നമ്മൾ ഇവര് വായിക്കുന്നവർക്ക് മനസ്സിലാവുന്നു ഈ വീട് ഏതാണ്, അവരുടെ ഗ്രാൻഡ് മദറിന്റെ വീടാണ്. ഈ ഡൈഡ് എന്ന് പറയുന്ന വുമൺ ഗ്രാൻഡ് മദറുമാണ്. ഓക്കെ, the house withdrew into silence. അപ്പൊ മുത്തശ്ശിയുടെ മരണത്തോടു കൂടി the house withdraw ചെയ്യപ്പെട്ടു, പിൻവലിഞ്ഞു. the house withdrew into സൈലൻസിലേക്ക്, നിശബ്ദതയിലേക്ക്. അപ്പൊ മുത്തശ്ശിയുടെ മരണത്തിന് ശേഷം പിന്നെ തറവാട്ടിൽ അങ്ങനെ അധികം പാർപ്പുണ്ടായിട്ടില്ല. പിന്നെ പാരന്റ്സിന്റെ മരണത്തിന് ശേഷം പിന്നെ വിവാഹിതരായവരും അന്യനാടുകളിൽ പോയവരും ഒന്നും പിന്നെ അങ്ങോട്ട് എപ്പോഴും തിരിച്ചു വന്നോളുന്നില്ല. അപ്പൊ പിന്നീട് അത് into silence. The house withdrew into silence. Snakes moved among books. പുസ്തകങ്ങൾക്കിടയിലൂടെ പാമ്പുകൾ ഇഴയാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അവിടെ ആരുമില്ലാതെ അടഞ്ഞു കിടക്കുകയും അവിടെ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഇവരുടെ ഓർമ്മയിലുണ്ട്. ആ പുസ്തകങ്ങൾക്കിടയിലൂടെ ചിലപ്പോൾ പാമ്പുകൾ ഇഴയുന്നുണ്ടാവാം, ആളില്ലാത്തത് കൊണ്ട് പാമ്പുകൾ ഇഴയുന്നുണ്ടാവാം. ഈ പാമ്പ് സ്വാഭാവികമായിട്ടും എന്താണ്, ഒരു നെഗറ്റീവ് കവിതകളിൽ, പാമ്പ് നെഗറ്റീവ് ആണെന്ന് വെച്ചാൽ കവിതകളിൽ പൊതുവെ പാമ്പുകളെ പ്രത്യക്ഷപ്പെടുത്താറുള്ളത് അതുപോലെ സ്വപ്നങ്ങളിലും കവിതകളിലും ഒരു നെഗറ്റീവ് ഇമോഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സ്നേക്സ് മൂവ്ഡ് among books. I was then too young. അന്ന് ഞാൻ വളരെ ചെറുതായിരുന്നു to read, വായിക്കാനൊന്നും അറിയില്ലായിരുന്നു. I was then, അന്ന് ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ സ്നേഹം ലഭിച്ചിരുന്ന ഒരു സമയമുണ്ട് പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് അവിടെ സ്നേഹം ലഭിച്ചിരുന്ന ആ സമയത്ത് I was then, അന്ന്. അപ്പോൾ I was too young to read. വായിക്കാൻ മാത്രം വലുതല്ലായിരുന്നു, വായിക്കാനൊന്നും കഴിയാത്ത ആ ചെറിയ പ്രായത്തിലായിരുന്നു. And my blood turned cold like the moon. How often I think of going there. And my blood turned cold. എന്റെ രക്തം തണുത്തുറഞ്ഞു പോകുമായിരുന്നു. ലൈക്ക് ദ മൂൺ പോലെ. അപ്പൊ മൂണ് തണുത്തതാണോ എന്ന് സയന്റിഫിക് ചോദ്യത്തിനൊന്നും കവിതയിൽ എന്തില്ല, റോളില്ല. കവിതയിലെ പൂവ്, അതുപോലെ നിലാവെളിച്ചം, സൂര്യന്റെ വെളിച്ചം ചൂടായിട്ടും നിലാവ് വെളിച്ചം തണുപ്പായിട്ടുമാണ് കവിതകൾ ഉദ്ദേശിക്കപ്പെടാറുള്ളത്. അപ്പോ എന്റെ രക്തം ടേൺ കോൾഡ് ആവും. ഹൗ ഓഫൺ ഐ തിങ്ക് ഓഫ് ഗോയിങ് ദേർ. എത്ര തവണയാണ് ഞാൻ അവിടെ പോകുന്ന കാര്യം ആലോചിച്ചിട്ടുള്ളത്. ടു പിയർ. അപ്പൊ ഈ സെന്റൻസ് ഇങ്ങനെ നീണ്ടു പോവാണ്. അവിടെ പോയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നത് വരെ അത് നീണ്ടു പോവാണ്. അപ്പൊ അവിടെ ഫുൾ സ്റ്റോപ്പ് ഒന്നുമില്ല, മോഡേൺ പോയട്രി ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഞാൻ അവിടെ പോകുന്ന കാര്യം ചിന്തിക്കുമ്പോഴെല്ലാം എന്റെ രക്തം ടേൺ കോൾഡ് ആയിട്ട് മാറും. ഞാൻ വല്ലാത്തൊരു തണുത്തുറഞ്ഞ അവസ്ഥയിലേക്ക് മാറിപ്പോകും. ടു പിയർ, എന്തിനാണ് അവിടെ പോകുന്നത്, എന്നിട്ട് എന്ത് ചെയ്യാനാ? ഗോയിങ് ദർ ടു പിയർ ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ്. ടു പിയർ, എത്തി നോക്കാൻ. ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ്, ജനാലകളുടെ കാഴ്ചയില്ലാത്ത കണ്ണുകളിലൂടെ. ജനാലകളുടെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ ജനാലകളെ അവിടെ പേഴ്സണിഫൈ ചെയ്യാൻ. ജനാലക്ക് കണ്ണുണ്ട് എന്നല്ലോ, ജനാലകളെ പേഴ്സണിഫൈ ചെയ്യാൻ. എന്നിട്ട് ജനാലകളുടെ കണ്ണുകളിലൂടെ ബ്ലൈൻഡ് ആയ ഐസ് പറഞ്ഞാൽ അവിടെ കാര്യമായിട്ട് കാണാനൊന്നുമില്ല, അവിടെ ഇരുട്ടാണ്. ഓർ ജസ്റ്റ് ലിസൺ ടു ദ ഫ്രോസൺ എയർ, അല്ലെങ്കിൽ ജസ്റ്റ് ലിസൺ ടു ദ ഫ്രോസൺ എയർ, അവിടെ നിൽക്കുന്ന അവിടുത്തെ തണുത്തുറഞ്ഞ എയറിനെ ഒന്ന് അല്പനേരം ശ്രദ്ധിക്കുവാൻ.
അവിടുത്തെ എയർ ഫ്രോസൺ ആണ്. എന്തുകൊണ്ട്? അവിടെ ഇപ്പോൾ ചലനാത്മകമല്ല. മുത്തശ്ശിയുടെ മരണത്തിന് ശേഷം ആ വീട് ഹാസ് ബീൻ വിത്ഡ്രോൺ ഇൻടു സൈലൻസ്, നിശബ്ദതയിലേക്ക്, മൂകതയിലേക്ക് പൂത്തിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ എയർ ഫ്രോസൺ ആണ്, തണുത്തുറഞ്ഞു കിടക്കുന്ന, ചലനാത്മകത ഇല്ലാതെ അടഞ്ഞു കിടക്കുന്ന ഫ്രോസൺ എയർ ആണ്. പക്ഷെ എനിക്ക് ആ ഫ്രോസൺ എയർ ആയാലും മതി, ആ ഫ്രോസൺ എയറിൽ ഒന്ന് ശ്രദ്ധിക്കാൻ. അങ്ങനെ ആ ഫ്രോസൺ എയറിനെ ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഓർമ്മകളിൽ എൻ്റെ കുട്ടിക്കാലത്തേക്ക് പോകുന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ? In wild despair pick an armful of darkness to bring it here to lie behind my bedroom door like a brooding dog. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ? In wild despair, ഭയങ്കരമായ ദുഃഖത്തോടെ, ഭയങ്കരമായ ദുഃഖത്തിൽ. ഡിസ്പെയർ എന്ന് പറഞ്ഞാൽ വിരഹത്തിന്റെ ദുഃഖമാണ് ഡിസ്പെയർ. പിക്ക് an armful of darkness, ഒരു കൈ നിറയെ ഇരുട്ടിനെ കോരിയെടുക്കാൻ. എടുക്കുക. an armful of darkness, ഒരു കൈ നിറയെ ഞാൻ ഇരുട്ടിനെ കോരിയെടുക്കും. എവിടുത്തെ ഇരുട്ട്? തറവാട്ട് വീട്ടിലെ ഇരുട്ട്. തറവാട്ട് വീട്ടിൽ ഇപ്പൊ ഇരുട്ടാണ്, അവിടെ ആളില്ല, അടഞ്ഞു കിടക്കാണ്, അതിനകം നിശ്ചലമാണ്. പക്ഷെ അവിടുത്തെ ഇരുട്ടിന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും. ആ ഇരുട്ടിനെങ്കിലും എനിക്ക് കൂട്ടാവാൻ കഴിയും. armful of darkness to bring it here, എന്നിട്ട് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. bring it here, എന്നിട്ടോ to lie behind my bedroom, എന്റെ ബെഡ്റൂമിന്റെ പിറകിൽ അവിടെ കിടത്താൻ. ഞാൻ തറവാട്ട് വീട്ടിലെ ഇരുട്ടിൽ നിന്ന് ഒരു കൈക്കുമ്പിൾ കോരിയെടുത്ത് എന്റെ ബെഡ്റൂമിന്റെ പിറകിൽ കൊണ്ടുവന്ന് കിടത്തും. എന്തിന്? ലൈക്ക് എ ബ്രൂഡിംഗ് ഡോഗ്, മൂകമായി കിടക്കുന്ന അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലാതെ കിടക്കുന്ന ഒരു ഡോഗിനെ പോലെ. ബ്രൂഡിയ എന്ന് പറഞ്ഞാല് ചിന്താമഗ്നനായിട്ടിരിക്കുക, എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചിരിക്കുക. അപ്പൊ ഉണ്ടാവുന്ന ഒരു നായ അവിടെ ചിന്തിച്ചിരിക്കുക എന്നുള്ള മീനിങ് ഇല്ല. ചിന്താമഗ്നനായിട്ടിരിക്കുന്ന ആ സമയത്ത് മുഖനായിരിക്കും അദ്ദേഹം. എന്തൊക്കെയോ ആള് ജീവനുണ്ട്, പക്ഷെ മുഖനായിട്ട് ആക്റ്റീവ് അല്ലാതെ ഇരിക്കുന്ന ഒരു ഡോഗിനെ പോലെ. അപ്പോ ഞാൻ എൻ്റെ തറവാട്ട് വീട്ടിലെ ഇരുട്ടിനെ കൊണ്ടുവന്ന് ഇവിടെ ബെഡ്റൂമിന്റെ പിന്നിൽ കിടത്തി കഴിഞ്ഞാൽ ഏതുപോലെ ഉണ്ടാവും? ലൈക്ക് എ ബ്രൂഡിംഗ് ഡോഗിനെ പോലെ ഉണ്ടാവും. ആ ബ്രൂഡിംഗ് ഡോഗിനെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് തുണയാവാൻ പറ്റും. എനിക്കൊരു തുണയായിട്ട് ആ ബ്രൂഡിംഗ് ഡോഗ് ആയാലും മതി. ഓക്കെ, വളരെ ആക്റ്റീവായ ഡോഗ് ആയിക്കൊള്ളുന്നില്ല. അപ്പൊ തറവാട്ടിൽ നിന്ന് ഇപ്പൊ ഞാൻ ഇരുട്ട് കൊണ്ടുവരുമ്പോ അത് ബ്രൂഡിംഗ് ഡോഗേ ആവുള്ളൂ, ആക്റ്റീവ് ഡോഗ് അല്ല. പക്ഷെ എനിക്കത് മതി. എന്നിട്ട് അവിടെ അവർക്ക് വീണ്ടും എന്തൊക്കെയോ പറയണ്ട, അവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരി പറയാണ്, യു കനോട്ട് ബിലീവ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഡാർലിംഗ്, പ്രിയപ്പെട്ടവരെ. അപ്പൊ ഇവിടെ ഒരു വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. യു കനോട്ട് ബിലീവ്, നിനക്ക് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ നീ എന്ന് പറയുന്നത് വായനക്കാരനോടാണ് എന്ന് പറയാം. അതല്ല, യു കനോട്ട് ബിലീവ് ഡാർലിംഗ്, പ്രിയനെ നിനക്കൊരു പക്ഷെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത് ഭർത്താവിനോടാണെന്ന് പറയാം. അപ്പൊ കൺഫെഷണൽ പോയറ്റ് ആയതുകൊണ്ട് നമുക്ക് ഭർത്താവിനോടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ വിശദമാവും. അപ്പൊ ഭർത്താവിനോട് അവർ പറയാണ്, യു കനോട്ട് ബിലീവ് ഡാർലിംഗ്, ക്യാൻ യു, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവനെ, ക്യാൻ യു, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ദാറ്റ്, ക്യാൻ യു പറഞ്ഞാൽ എന്താണ്? കഴിയുമോ എന്ന് രണ്ടാമതും ചോദിക്കുകയാണ്, ക്വസ്റ്റ്യൻ ടാഗ്. ക്യാൻ യു ദാറ്റ്, എന്ത് വിശ്വസിക്കാൻ? ദാറ്റ് ഐ ലിവ്ഡ് ഇൻ സച്ച് എ ഹൗസ്, ഞാൻ അത്തരം ഒരു വീട്ടിൽ ജീവിച്ചിരുന്നുവെന്ന്. ആൻഡ് വാസ് പ്രൗഡ്, ഞാൻ അന്ന് അവിടെ അഭിമാനിയായിരുന്നുവെന്ന്. ആൻഡ് ലവ്ഡ്, ഞാൻ സ്നേഹിക്കപ്പെട്ടിരുന്നുവെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ഡാർലിങ്ങിനോട് ചോദിക്കുകയാണ്. അപ്പോ ഞാൻ അങ്ങനെ ഒരു കാലത്ത് ഒരു വീട്ടിൽ അഭിമാനത്തോടെ സ്നേഹിക്കപ്പെട്ടുകൊണ്ട് ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഭർത്താവിനോട് പറയണം. അത്രയും വ്യത്യാസമുണ്ട് എന്റെ ചെറുപ്പകാലം എന്റെ ഗ്രാൻഡ് മദറിന്റെ വീട്ടിൽ ജീവിച്ച കാലവും ഇപ്പോ ഭർത്താവിന്റെ കൂടെ ഇവിടെ ജീവിക്കുന്ന കാലവും. അതായത് അവരുടെ പേഴ്സണാലിറ്റി വളരെ പെട്ടെന്ന് അവർക്ക് അറ്റാച്ച്മെന്റ് തോന്നുന്ന ആരോടും ഭയങ്കരമായി ഒട്ടിപ്പോവുകയും അവർ വളരെ കുറഞ്ഞ സമയം മതി, എന്നിട്ട് അവര് പെട്ടെന്ന് തന്നെ ഡിസ്പറേഷനിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു നേച്ചറായിരുന്നു. അതേസമയം പുള്ളിക്കാരന്റെ ഭർത്താവ് ആവട്ടെ ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ ഹസ്ബൻഡ് ആയിരുന്നു. പുള്ളിക്കാരൻ ജോലി ചെയ്യണു, മക്കളെ നോക്കണു, ക്യാഷ് കൊടുക്കണു എന്നല്ലാതെ വേറെ അതിന്റെ അപ്പുറത്തേക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ഇന്ററാക്ഷൻ, സെക്സ്വൽ ഇന്റർകോഴ്സ് മാത്രമല്ല, അല്ലെങ്കിൽ അതല്ലേ അല്ല എന്ന നിലപാടാണ് ഇത്തരം ആളുകൾക്ക് ഉണ്ടാവുക. അപ്പൊ ആ കാറ്റഗറിയിൽ പെട്ട ഒരാളാണ് കമലാസുരി. അത് അവര് എല്ലാ രചനകളും അവരുടെ ആത്മകഥാപരമായ രചനകളിലെല്ലാം അതിനെ സൂചിപ്പിച്ചുകൊണ്ട് അങ്ങനെ പറയുന്നുണ്ട്.
അപ്പൊ എന്തുകൊണ്ടാണ് അവരുടെ ലൈഫിൽ ഈ പ്രശ്നം ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതാണ് വിഷയം. അപ്പൊ ഭർത്താവിനോട് പറയണത് ഐ ലിവ്ഡ് ഇൻ എ സച്ച് ഹൗസ് ആൻഡ് വാസ് പ്രൗഡ് ആൻഡ് ലവ്ഡ്. ഐ ഹു ഹാവ് ലോസ്റ്റ് മൈ വേ ആൻഡ് ബെഗ് നൗ അറ്റ് സ്ട്രേഞ്ചേഴ്സ് ഡോർസ് ടു റിസീവ് ലവ് അറ്റ് ലീസ്റ്റ് ഇൻ സ്മോൾ ചേഞ്ച്. എന്നിട്ട് വീണ്ടും അതിന്റെ അറ്റ്മോസ്റ്റ് ലെവൽ പറയാം, ഞാൻ തന്നെ ഇങ്ങനെ അഭിമാനത്തോടെ ഒരു കാലത്ത് സ്നേഹിക്കപ്പെട്ടിരുന്ന വ്യക്തി എന്നൊക്കെ പറയുമ്പോൾ അത് വേറെ ആരെങ്കിലും വിചാരിക്കണ്ട, ഞാൻ തന്നെ. ഇപ്പൊ ആരാണ്? ഹു ഹാവ് ലോസ്റ്റ്, നഷ്ടപ്പെട്ടവനായ ഞാൻ. എന്ത് നഷ്ടപ്പെട്ടവൻ? മൈ വേ, എന്റെ വഴി തന്നെ നഷ്ടപ്പെട്ടവനായ ഞാൻ. എന്നിട്ട് ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? ആൻഡ് ബെഗ് നൗ, ഞാൻ യാചിക്കുകയാണ്, യാചിക്കുകയാണ്. അറ്റ് സ്ട്രേഞ്ചേഴ്സ് ഡോർസ്, അപരിചിതരുടെ വാതിൽക്കൽ ചെന്ന് ഞാൻ യാചിക്കുകയാണ്. ടു റിസീവ് ലവ്, പ്രണയം ലഭിക്കാൻ. അറ്റ് ലീസ്റ്റ് ഇൻ സ്മോൾ ചേഞ്ച്, ഏറ്റവും ചുരുങ്ങിയത് അമ്മമ്മ തന്ന മുത്തശ്ശിയുടെ നിന്ന് കിട്ടിയ പ്രണയം ആരുടെ കിട്ടാൻ പോകുന്നില്ല. പക്ഷെ അതിൽ നിന്ന് ഒരു സ്മോൾ ചേഞ്ച്, ചെറിയ മാറ്റത്തോടെയെങ്കിലും സ്നേഹം ലഭിക്കാൻ അന്യരുടെ വാതിൽക്കൽ പോയി ഞാൻ യാചിച്ചു കൊണ്ടിരിക്കുന്ന, എന്റെ വഴി പോലും നഷ്ടപ്പെട്ട ഞാനുണ്ടല്ലോ, ഞാൻ ഒരിക്കൽ തറവാട്ടിൽ പ്രൗഡായി ലവ്ഡായി ജീവിച്ചിരുന്നവളായിരുന്നു. ഓക്കെ, അപ്പോ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ്. ഈ ക്വസ്റ്റ്യൻ മാർക്ക് എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ പറയണ്ട, ഇവിടെയാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത് അല്ലെ. അപ്പൊ ഞാനിങ്ങനെ ഇന്ന് അപരിചിതരുടെ വാതിൽക്കൽ പോയി പ്രണയം അഭ്യർത്ഥിക്കാൻ, പ്രണയത്തിന് വേണ്ടി യാചിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ ഒരിക്കൽ പ്രൗഡായിരുന്നു, ലവ്ഡ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ ഡാർലിംഗ് എന്ന് ചോദിച്ചിട്ടാണ് കവിത അവസാനിപ്പിക്കുന്നത്. ആ ഡാർലിംഗ് സ്വാഭാവികമായിട്ടും ഭർത്താവാണ് എന്നാണ് നമുക്ക് കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ കൺഫെഷണൽ പോയട്രി എക്സ്പ്ലെയിൻ ചെയ്തതിനു വേണ്ടി പറയാവുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പൊ ഇതാണ് കവിത. പിന്നെ ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇവരുടെ കൺഫെഷണൽ പോയട്രി എന്ന നിലയ്ക്ക് ഇതിനെ അനലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാൻ പറ്റും. ഇപ്പൊ ഒരുപാട് ഫിലോസഫി പറഞ്ഞിട്ട് നമുക്ക് സമയം കളയാനില്ല. എക്സാം പോയിന്റായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് അതിന്റെ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് വായിച്ച് ഉത്തരം പറയും. 1 വേർഡ് ക്വസ്റ്റ്യൻസ്. The poet begs at dash doors, strangers' doors. Second question, my blood turned cold like dash, the moon. ഓക്കെ, അതാ കവിത ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ കവിത മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? നമ്മൾ ഈ ഫയലില് നോട്ട്സിലേക്ക് പോവാണ്. കവിതയിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതിലൊരു ഡൗട്ട് അല്ല, മറ്റേ സോളിറ്ററി റീപ്പർ എന്ന് പറയുന്ന ഒരു പോയല്ലായിരുന്നോ? സോളിറ്ററി റീപ്പർ എടുത്തിനോ? അതെടുത്ത അപ്പൊ നമ്മൾ അതിന്റെ ഒരു എസ്സേ ഒക്കെ എഴുതുന്ന സമയത്ത് ഇങ്ങനെ ഈ പിന്നെ പോയറ്റ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കണ്ടെന്ന് പറഞ്ഞിട്ടാണോ എഴുതേണ്ടത്? എങ്ങനെയാണ് എസ്സേ എഴുതുന്ന സമയത്ത് എഴുതുക? മനസ്സിലായോ? മനസ്സിലായി. അതായത് സംസാരിക്കുന്നത് ആരാണ്, ആര് കണ്ടു എന്ന് പറഞ്ഞിട്ടാണ്. അതിന്റെ കൃത്യമായ രീതി പേഴ്സണ ഓഫ് ദി ഓതർ എന്ന് പറയാം, അല്ലെങ്കിൽ പേഴ്സണ ഓഫ് പോയറ്റ് എന്നും പറയാം. പോയറ്റ് തന്നെ അല്ലേ? പേഴ്സണ ഓഫ് പോയറ്റ് ഇങ്ങനെയാണ് പറയാറുള്ളത്. അതായത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കവിയാണ് എന്നില്ല, കവിയുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു സ്വത്വം, പുള്ളിക്കാരന്റെ തോന്നലാണല്ലോ അത്. പേഴ്സണ ഓഫ് പോയറ്റ് എന്ന് പറയാം. ഇനി അതിന് ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ നീ പോയറ്റ് എന്ന് എഴുതിയാലും ഓതർ എന്ന് എഴുതിയാലും പ്രശ്നമില്ല കേട്ടോ. അതായത് സ്പീക്കർ എന്ന് എഴുതാം, പോയറ്റ് എന്ന് എഴുതാം, ഓതർ എന്ന് എഴുതാം, സ്പീക്കർ എന്ന് എഴുതാം. സ്പീക്കർ ഇൻ ദ പോം, കവിതയിൽ സംസാരിക്കുന്നത് ആരോ അയാൾ, അങ്ങനെ പറയാം. അതെല്ലാ കവിതകളും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇങ്ങനെയുള്ള കൺഫെഷണൽ പോയട്രിയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ ഇവിടുത്തെ ഡാർലിംഗ് ഭർത്താവ് തന്നെയാണ് എന്ന് പറയുകയും അവരുടെ ലൈഫിൽ നിന്ന് അതിന് എക്സാമ്പിൾ ന്യായങ്ങൾ ഉണ്ട് എന്ന് പറയുകയും അതുകൊണ്ട് ഇവിടുത്തെ ആരാണ്? കമലാശ്രീയെ തന്നെയാണ് എന്ന് വാദിക്കുകയും ചെയ്യാം. വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വിഷയമാണ്. കാരണം അവരുടെ തറവാട് ലൈഫ്, അവരുടെ മുത്തശ്ശി, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് തന്നെയാണ് വിഷയം എന്ന് നമുക്ക് വാദിക്കുകയും ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിന്റെ നോട്ട്സ് എടുക്കാം.
സിമ്പിൾ അല്ലേ? യെസ്. ഹൈഡ് ചെയ്യാനുള്ള ഒരു സംഗതി ഉണ്ടല്ലോ. ഇതിന്റെ ഫസ്റ്റ് ഭാഗത്ത് സമ്മറി കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഷോർട്ടാക്കി പറഞ്ഞിരിക്കുകയാണ്. ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ദാറ്റ് വുമൺ ഡൈഡ് വാസ് ദാറ്റ് വുമൺ. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ടൈറ്റിലുള്ളത് ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നാണ്. അപ്പൊ ഗ്രാൻഡ് മദർ ആണ് ആ വുമൺ എന്ന് നമുക്ക് മനസ്സിലാക്കാം. Then second question, explain the significance of the simile. Like a brooding dog. എന്താണ് സിമിലി എന്ന് പറഞ്ഞാല്? അയ്യോ, എഡിറ്റിംഗ് മോഡിലാണ് കിടക്കുന്നത്, സോറി. എന്താണ് സിമിലി? പറയൂ. മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റഫറും സിമിലിയും ഉപമകളാണ്. പക്ഷെ സിമിലി ആകുമ്പോ ഇവിടെ ലൈക്ക് കണ്ടോ, ലൈക്ക് അല്ലെങ്കിൽ ആസ് തുടങ്ങിയ വേർഡ്സ് ഉപയോഗിക്കും. മെറ്റഫർ ആകുമ്പോ അത് ഉപയോഗിക്കില്ല. ഇപ്പൊ അവനാള് പുലിയാണ് എന്ന് പറഞ്ഞാൽ അവന് 4 കാലും വാലും ഉണ്ട് എന്നല്ലല്ലോ അർത്ഥം. അത് മെറ്റഫറാണ്. അത് മെറ്റഫറാണ്. അവളുടെ മുഖം ചന്ദ്രിക പോലെയുണ്ട്, ചന്ദ്രികയെ പോലെയുണ്ട് അവളുടെ മുഖം എന്ന് പറഞ്ഞാൽ അത് പോലെ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് അത് സിമിലിയാണ്. ഇതാണ് സിമിലി മെറ്റഫർ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇവിടെ ഈ കവിതയില് ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ് എന്ന് പറയുന്നുണ്ട്. എവിടെ? ഞാൻ എൻ്റെ തറവാട്ട് വീട്ടിൽ പോയിട്ട് അവിടുന്ന് എൻ്റെ നിരാശ പൂണ്ട ദുഃഖം കൊണ്ട് ഞാൻ ഒരു കൈക്കുമ്പിൾ നിറയെ ഇരുട്ട് കോരിയെടുത്ത് എൻ്റെ ബെഡിന്റെ ബാക്കിൽ കൊടുന്ന സ്ഥലം ബ്രൂഡിങ് ഡോഗ് ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ് പോലെ അവിടെ ഇരുന്നോളും എന്ന് പറയുന്നത് അവിടെ ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ് എന്ന പ്രയോഗം. അതിൽ ഇത് സിമിലി കമ്പയേഴ്സ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് ചോദ്യം. അപ്പൊ ഇതില് എഴുതിയിരിക്കുന്നത്, നമ്മൾ കൊടുത്തിരിക്കുന്ന ആൻസർ സിമിലി കമ്പയേഴ്സ് ദ ഡാർക്ക്നെസ് ദാറ്റ് ദ പോയറ്റ് വാണ്ട്സ് ടു ബ്രിങ് ഫ്രം ദി അബാൻഡൻഡ് ഹൗസ് ടു എ ബ്രൂഡിംഗ് ഡോഗ്. തറവാട്ട് വീട്ടിൽ നിന്ന് എടുക്കണം എന്ന് അവർ പറയുന്ന ഇരുട്ടിനെയും പിന്നെ നിശബ്ദനായി കിടക്കുന്ന ഒരു ഡോഗിനെയും തമ്മിൽ കമ്പയർ ചെയ്യാണ്. എ ബ്രൂഡിംഗ് ഡോഗ് ടിപ്പിക്കലി സജസ്റ്റ് എ സെൻസ് ഓഫ് മെലങ്കളി ഓർ ഇൻട്രോസ്പെക്ഷൻ. ഒരു ബ്രൂഡിംഗ് ഡോഗ് മീൻസ് അത് ആക്റ്റീവ് അല്ലാത്ത, ദുഃഖാർത്ഥനായി കിടക്കുന്ന. മെലങ്കളി എന്ന് പറഞ്ഞാൽ ദുഃഖം, കഠിനമായ ദുഃഖം. അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ പറഞ്ഞാൽ നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ ആലോചിക്കുന്ന അവസ്ഥ, ചിന്തനം. ഇൻട്രോസ്പെക്ഷൻ, നമ്മുടെ അകത്തേക്ക് തന്നെ നോക്കി ആലോചിക്കുക. അതാണ് ബ്രൂഡിംഗ് ഡോഗ് എന്ന സിംബലിന്റെ സജഷൻ. ഡീറ്റെയിൽ. അപ്പൊ അവരെ കുറിച്ച് തന്നെ ആലോചിച്ച് ദുഃഖാർത്ഥയായിരിക്കുന്നു. ആ കോണ്ടെക്സ്റ്റിന് ഏറ്റവും അനുയോജ്യമായ ഒരു സിമ്പിളാണ് ബ്രൂഡിംഗ് ഡോഗ്. അപ്പൊ ആ ബ്രൂഡിംഗ് ഡോഗിന്റെ സ്ഥാനത്ത് കൂട്ടായി ഇരിക്കാൻ പോലും എനിക്കിവിടെ ആരുമില്ല. അതിനും നല്ലത് എന്താണ്? തറവാട്ട് വീട്ടിൽ നിന്ന് ഒരു പിടി ഇരുട്ട് എങ്കിലും കൊണ്ടുവരലാണ്. ജസ്റ്റ് ആസ് എ ഡോഗ് മൈറ്റ് ബ്രൂഡ് ഓർ അപ്പിയർ ഗ്ലൂമി. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ പറഞ്ഞ കാര്യം. The poet uses a simile to convey the emotional weight and heaviness of the darkness she wishes to bring into her present space. അവരിപ്പോ ജീവിക്കുന്ന സ്പേസിലേക്ക് അവര് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഇരുട്ടെങ്കിലും വരട്ടെ. അത് അവര് ഇവിടെ ഈ നീർമാതള ഭൂതകാലത്തിലാണോ അതോ വേറെ രചനയിലാണോ വായിച്ചെനിക്ക് ഓർമ്മയില്ല. അവരുടെ പേഴ്സണാലിറ്റി നമ്മൾ പറഞ്ഞല്ലോ. അവർ ഈ അന്യനാട്ടിൽ പോയിട്ട് ഭർത്താവ് രാവിലെ പിന്നെ ജോലിക്ക് പോകുന്നു, അവര് തനിച്ചിങ്ങനെ റൂമിൽ അങ്ങനെ ഇരിക്കുന്നു. വളരെ ആക്റ്റീവായ അല്ലെങ്കിൽ വളരെ ഇങ്ങനെ എന്താ പറയാ ചിന്തകൾ കാട് കയറി പോകുന്ന ഒരു പ്രത്യേകതരം എന്താ പറയാ ഒരുപാട് വായിക്കുന്ന, ഒരുപാട് എഴുതുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവരാഗ്രഹിക്കുന്ന വ്യക്തികളുടെ ഒന്നും സാമീപ്യമോ അവരുള്ളപ്പോൾ തന്നെ അവരാഗ്രഹിക്കുന്ന പോലുള്ള സമീപനമോ ഇല്ല എന്ന് പറയുന്നതാണ് അവരെ ഇങ്ങനെ മെലങ്കളിയിലേക്ക് തള്ളിവിട്ട ഒരു കാര്യം. അപ്പൊ അവരെവിടെ ചെന്ന് മുട്ടിയാലും അവിടെ അവർക്ക് പരിഗണനയും സ്നേഹവും കിട്ടുമോ എന്ന അന്വേഷണമായിരുന്നു അവരുടെ ജീവിതം. അങ്ങനെയാണ് അവർ കൺഫെഷണൽ റൈറ്റിംഗിലേക്ക് വരുന്നത്. അപ്പൊ അതില് പിന്നെ അവരിപ്പോ ജീവിക്കുന്ന ആ ഒറ്റമുറി വീട്ടിലേക്ക് പിന്നെ ഏകാന്തമായിട്ട് തടവിലാക്കപ്പെട്ടതുപോലുള്ള ഇതിനെ ഈ റൂമിനെ കുറിച്ച് തന്നെ അവർ ഇരുന്നിരുന്ന വീടിനെ കുറിച്ച് തന്നെ കവിത ഉണ്ട്. അവര് വൈകുന്നേരങ്ങളിലും രാവിലെയും വാതിലിന് ഇടയിലൂടെ വരുന്ന വെളിച്ചത്തെ കൂട്ടായി കണ്ടുകൊണ്ട്, അതായത് അവരുടെ വീട്ടിലേക്ക് ആകെ കടന്നു വരുന്ന
പരിചരായ അല്ലെങ്കിൽ കമ്പനി കൊടുക്കാൻ വരുന്ന ആളുകളായിട്ടൊക്കെ, അതായത് ഏകാന്തതയുടെ ആഴം എത്രത്തോളം എന്ന് അവർ തന്നെ പറയുന്ന ഒരുപാട് കവിതകൾ വേറെയുണ്ട്. അപ്പൊ ആ വീട്ടിലേക്ക് ഒരു ബ്രൂഡിംഗ് ഡോഗ് ആയിട്ട് തറവാട്ടിൽ ഇരുട്ടിനെങ്കിലും കൊണ്ടുപോകട്ടെ എന്ന് പറയുന്ന അവരുടെ സെൻസ് ഓഫ് സാഡ്നെസ്. ദ ബ്രൂഡിംഗ് ഡോഗ് ഇന്റൻസിഫൈസ് ദ സെൻസ് ഓഫ് സാഡ്നെസ്. ദുഃഖത്തിന്റെ ആഴം എത്രത്തോളം എന്ന് കാണിക്കുന്ന ഒരു സിമ്പലാണ്, ഒരു സിമിലിയാണ് ലൈക്ക് എ ബ്രൂഡിംഗ് ഡോഗ് എന്ന് പറയുന്നത്. Then what is the adult poet begging for and why? പറയൂ. ടെക്സ്റ്റിലുള്ള ചോദ്യങ്ങളാണ്. ഇത് വായിച്ചാൽ സമാനമായ ചോദ്യങ്ങൾ എക്സാമിന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും വേണം. വാട്ട് ഈസ് ദി അഡൽട്ട് പോയറ്റ് ബെഗിങ് ഫോർ ആൻഡ് വൈ? ഉത്തരം വായിക്കണ്ട, ചോദ്യം മാത്രം വായിച്ചിട്ട് എന്താണ് അതിന്റെ മീനിങ് പറയും. ബെഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കവിതയിൽ വായിച്ചല്ലോ, യാചിക്കുക. യാചിക്കുക. അപ്പൊ വാട്ട് ഈസ് ദി അഡൽട്ട് മീൻസ് വലുതായ പോയറ്റ്. എന്താ വലുതായ പോയറ്റ് പറയണത്? ആദ്യം ചെറുപ്പത്തിൽ ഉള്ള കാര്യമാണ് ആദ്യം പറഞ്ഞത്. ഞാൻ ഗ്രാൻഡ് മദേഴ്സ് ഹൗസിൽ ചെറുപ്പത്തിൽ ആസ്വദിച്ച പ്രണയത്തെ കുറിച്ച് ആദ്യം പറഞ്ഞു. അപ്പൊ വലുതായി കഴിഞ്ഞപ്പോ പോയറ്റ് യാചിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അത് എന്തുകൊണ്ടാണ് അങ്ങനെ യാചിക്കേണ്ടി വന്നത്? ദ അഡൽട്ട് പോയറ്റ് ഈസ് ബെഗിങ് ഫോർ ലവ് അറ്റ് സ്ട്രേഞ്ചേഴ്സ് ഡോർസ്. അല്ലെ, കവിതയിൽ പറയുന്ന ഡയറക്റ്റ് ആയ ആൻസർ ആണത്. ഞാൻ അപരിചിതരുടെ വാതിലിക്കൽ ചെന്ന് പ്രണയത്തിന് വേണ്ടി യാചിക്കുകയാണ്. എന്താ കാരണം? കാരണം ഷീ ലോസ്റ്റ് ദി ഏർലി ഡേയ്സ്. ആദ്യ കാലം അവൾക്ക് നഷ്ടപ്പെട്ടു എന്നതുകൊണ്ടാണ്. ഡ്യൂറിങ് വിച്ച്, അക്കാലത്ത് ഷി വാസ് ലവ്ഡ്, അവൾ സ്നേഹിക്കപ്പെട്ടിരുന്നു. ഇൻ ഹർ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. അപ്പൊ അവർ സ്നേഹിക്കപ്പെട്ടിരുന്ന, അവൾ അഭിമാനിയായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടത് കൊണ്ട് അവരിപ്പോ എന്ത് ചെയ്യുന്നു? അവരുടെ കൂടെയുള്ള ആള് സ്നേഹിക്കാത്തത് കൊണ്ട് അവർക്ക് അപരിചിതരുടെ വാതിലിക്കൽ ചെന്ന് സ്നേഹം യാചിക്കേണ്ടി വരുന്നു. വൈ ഡു യു തിങ്ക് ഇസ് ദി എയർ ഫ്രോസൺ? എന്തുകൊണ്ടാണ് എയറിനെ ഫ്രോസൺ എന്ന് അവിടെ വിളിക്കുന്നത്? ആ തറവാട്ടിലെ എയർ ഫ്രോസൺ ആയിരിക്കും. ആ ഫ്രോസൺ എയറിൽ കുറച്ചേരം ശ്രദ്ധിച്ചിരുന്നാലും മതി എനിക്ക് സമാധാനം കിട്ടാൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഫ്രോസൺ എയർ സജസ്റ്റ് എ പ്രൊഫൗണ്ട് സൈലൻസ്. അവിടെ ആരും ഇല്ലാതെ അടഞ്ഞു കിടക്കുകയാണ് എന്ന ഒരു പ്രൊഫൗണ്ട് സൈലൻസ് ആണ്. ആൻ ആബ്സെൻസ് ഓഫ് മൂവ്മെന്റ് ഓർ ലൈഫ്. ആബ്സെൻസ് ഓഫ് മൂവ്മെന്റ് ഓർ ലൈഫ്. അവിടെ ജീവിതം ഇല്ല, അവിടെ ആരുമില്ല, അവിടെ മൂവ്മെന്റ് ഇല്ല, ഒട്ടും ചലനാത്മകമല്ലാത്ത, ലൈഫ് ഇല്ലാത്ത ഒരു ഏരിയ ആയിട്ട് വീട് മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് അത് പറയുന്നത്. Then അതിന്റെ explanation ആണ് listen to the frozen air indicate her desire to reconnect with the silence. Okay. 5 ചോദ്യങ്ങളാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉള്ളൂ, പിന്നെയാണ് എക്സ്പ്ലനേഷൻ വരുന്നത്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഡാർക്ക്നെസ് ദാറ്റ്സ് പോയിന്റ്? ഓക്കെ, ഡാർക്ക്നെസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഡാർക്ക്നെസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ തറവാട്ടിൽ ഡാർക്ക്നെസ് ആണെന്ന് സൂചിപ്പിക്കുന്ന 1-2 പ്രയോഗങ്ങൾ അതിലുണ്ട്. ഏതാണ്? പിന്നെ ജനലിന്റെ കാഴ്ചയില്ലാത്ത ജനലിന്റെ കണ്ണുകളിലൂടെ എത്തി നോക്കുവാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ബ്ലൈൻഡ് വിൻഡോസ് എന്ന് വിളിക്കുന്നത് അതിന്റെ അകം ഇരുട്ടായത് കൊണ്ടാണ്. ഓക്കെ, പിന്നെ ആ തറവാട്ട് വീട്ടിലെ ഇരുട്ടിൽ നിന്ന് ഒരു പിടി ഞാൻ കൊണ്ടുവരുന്നു പറയുന്നുണ്ട്. ഇപ്പൊ ഡാർക്ക്നെസ് ഇവിടെ ഇവര് ആഗ്രഹിക്കുന്ന, ക്രൈവിംഗ് ഫോർ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന, അവര് അത്യാഗ്രഹം പ്രകടിപ്പിക്കുന്ന ആ ഡാർക്ക്നെസിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഡാർക്ക്നെസ് മെൻഷൻ ഇൻ ദ പോം റെപ്രസെന്റ്സ് മോർ ദാൻ ജസ്റ്റ് ആബ്സെൻസ് ഓഫ് ലൈറ്റ്. ആബ്സെൻസ് ഓഫ് ലൈറ്റ് എന്നതല്ല, വെളിച്ചമില്ലായ്മയല്ല ഇവിടുത്തെ ഇരുട്ട്. ഇറ്റ് സിംബിളൈസസ് ദി ഇമോഷൻസ്, മെമ്മറീസ് ആൻഡ് അറ്റ്മോസ്ഫിയർ ഓഫ് ദി അബാൻഡൻഡ് ഹൗസ് ദാറ്റ് ദ പോയറ്റ് യേൺസ് ടു ബ്രിങ് ഇൻ ടു ഹർ പ്രസന്റ് ലൈഫ്. അവരുടെ ഇമോഷൻസ്, അവരുടെ വികാരങ്ങൾ, അവരുടെ ഓർമ്മകൾ, ആ തറവാട് വീട്ടിൽ അവർ ഉപേക്ഷിച്ചു പോകുന്ന ആ തറവാട്ട് വീട്ടിലെ അറ്റ്മോസ്ഫിയർ, സാഹചര്യങ്ങൾ, അന്തരീക്ഷം, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഇവിടുത്തെ ഡാർക്ക്നെസ്. ആ ഡാർക്ക്നെസ്സിനെയാണ് തറവാട്ട് വീട്ടിലെ ഡാർക്ക്നെസ് എന്ന് പറയുമ്പോൾ, പിന്നെ അവര് താമസിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഡാർക്ക്നെസ്സിൽ എന്തൊക്കെയുണ്ട്? അവരുടെ ഇമോഷൻസ് ഉണ്ട്, മെമ്മറീസ് ഉണ്ട്, ദ അറ്റ്മോസ്ഫിയർ ഓഫ് ദി അബാൻഡൻഡ് ഹൗസ് ഉണ്ട്. ഡാർക്ക്നെസ് ഹോൾഡ്സ് ദ വെയിറ്റ് ഓഫ് ദ പാസ്റ്റ്. കഴിഞ്ഞ കാലത്തിന്റെ ഭാരമാണ് സത്യത്തിൽ ഇവിടുത്തെ ഡാർക്ക്നെസ് ആണല്ലോ. തറവാട്ടിലെ വീട്ടിൽ നിന്നാണ് ഡാർക്ക്നെസ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ ഡാർക്ക്നെസ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഭൂതകാലത്തിന്റെ ഭാരമാണ്. ക്യാരിങ് വിതിൻ ദ മെമ്മറീസ്, ലവ് ആൻഡ് എക്സ്പീരിയൻസസ് ദാറ്റ് വൺസ് ഫിൽഡ് ദ നൗ ഡെസേർട്ടഡ് ഹൗസ്. ഇപ്പോ ഡെസേർട്ടഡ് ആയി പോയ, ആളൊഴിഞ്ഞു കിടക്കുന്ന ആ വീട്ടിൽ ഒരിക്കൽ നിറഞ്ഞു നിന്നിരുന്ന അനുഭവങ്ങളും സ്നേഹവും ഓർമ്മകളും ഒക്കെയാണ് ഈ ഭൂതകാലത്തിന് ഭാരം നൽകിയിട്ടുള്ളത്. ദ പോയറ്റ് ഇൻ ഹെർ യേണിംഗ്, അവരുടെ അത്യാർത്തിയിൽ, yearn for something means അതിയായി എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുക. The poet desires to encapsulate this melancholic and nostalgic essence and bring it into her current surroundings. ഇതിനെല്ലാം കൂടി ഒരുമിച്ച് encapsulate എന്ന ക്യാപ്സ്യൂൾ ആക്കുക, ചുരുക്കിയെടുക്കുക, ഒരുമിച്ച് കൂട്ടുക. This melancholic and nostalgic essence
എന്ത് ഇവരുടെ ഈ ഗൃഹാതുരമായ കോണ്ടന്റ്, ഈ ഗൃഹാതുരവും ദുഃഖാർത്ഥവുമായ ആശയത്തെ പിന്നെ അവരുടെ ഓർമ്മകളും അവരുടെ എക്സ്പീരിയൻസുകളും അവരനുഭവിച്ച സ്നേഹവും ഉൾക്കൊള്ളുന്ന ആ ഭൂതകാലത്തിന്റെ ഭാരത്തെ അവരുടെ കറന്റ് സറൗണ്ടിങ്സിലേക്ക്, അവർ ഇപ്പോൾ ഇരിക്കുന്ന സറൗണ്ടിങ്സിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാല് ഭൂതകാലത്തിന്റെ എല്ലാ ഭാരവും ഉള്ള പിന്നെ ഒരു എസെൻസ് ആകുന്നു. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ തന്നെയാണ് താഴെ പറഞ്ഞ കാര്യങ്ങളെ വേറെ പറയുന്നുള്ളൂ. Then how does the poet contrast her present life with the memories the grandmother's house evoke? ഇത് നമ്മള് പോയം മൊത്തത്തിൽ വായിച്ച് മാത്രം ചെയ്യാവുന്ന ഒരു ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡസ് ദ പോയറ്റ് കോൺട്രാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ താരതമ്യപ്പെടുത്തുക നമ്മൾ പറയണ്ടായി. ഹൗ ഡസ് ദ പോയറ്റ് കോൺട്രാസ്റ്റ്, എങ്ങനെ അവരുടെ നിലവിലെ ജീവിതത്തെ വിത്ത് ദ മെമ്മറീസ് ദ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ഇവോക്ഡ്, അവരുടെ മുത്തശ്ശി വീട് ഉണർത്തിവിട്ട ഓർമ്മകളും ഇപ്പോഴത്തെ പ്രസന്റ് ലൈഫുമായിട്ട് എങ്ങനെയൊക്കെ അവർ താരതമ്യപ്പെടുത്തുന്നു. അത് പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഞാൻ ഇവിടെ 1, 2, 3 പറഞ്ഞ ഇതിൽ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ആക്കിയതാണ്. ലോസ് ഓഫ് ലവ്, എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഒന്ന്, പ്രണയത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ലോസ് ഓഫ് ലവ് ആൻഡ് വാംത്ത്, ഉത്സാഹവും പ്രണയവും നഷ്ടപ്പെട്ടു എന്ന കാര്യം പറയുന്നത്. ഇവിടെ തറവാട്ട് വീട്ടിലായിരിക്കുമ്പോൾ അവൾ അഭിമാനിയായിരുന്നു, അവൾ ലവ്ഡ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ, എന്നിട്ട് ഭർത്താവിനോട് ചോദിക്കുകയാണ്, അങ്ങനെ ഞാൻ ഒരിക്കൽ ജീവിച്ചിരുന്നുവെന്ന് വിശ്വസിക്കാൻ താങ്കൾക്ക് കഴിയുമോ പ്രിയേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതൊന്നും ഇല്ല എന്നർത്ഥം. അപ്പോ തറവാട്ട് വീട് അത് ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്കതില്ല. ഇതൊരു കോൺട്രാസ്റ്റ് ആണ്, താരതമ്യപ്പെടുത്തലാണ്. 2, ഇമോഷണൽ വോയിഡ് എന്ന് പറഞ്ഞാല് വൈകാരികതകളില്ലായ്ക. വോയിഡ് പറഞ്ഞാൽ അവോയ്ഡിന്റെ ഉള്ളിൽ നിർത്താണ് വോയിഡ്. ഇമോഷണൽ വോയിഡ്, വൈകാരികമായ ഒരു അറ്റാച്ച്മെന്റ് ഇല്ലായ്മ. അപ്പൊ തറവാട് വീടിനോട് അവർക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അവിടുത്തെ ഇരുട്ടിൽ നിന്ന് പോലും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന, അവിടുത്തെ ഫ്രോസൺ എയർ കുറച്ച് സമയം ആസ്വദിച്ചിരുന്നാൽ മതി എന്ന് കരുതുന്ന അത്രയും എനിക്ക് അറ്റാച്ച്ഡ് ആയ ഒരിടമുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഇടത്തിൽ എനിക്ക് അതൊന്നും കിട്ടുന്നില്ല എന്നാണ് അർത്ഥം, അല്ലെ? ഇതും ഒരു കോൺട്രാസ്റ്റ് ആകുന്നു. ദർ ഈസ് എ സ്റ്റാർ കോൺട്രാസ്റ്റ്, വളരെ ശക്തമായൊരു കോൺട്രാസ്റ്റ് അവിടെ കാണാൻ പറ്റും ബിറ്റ്വീൻ ദ ലൈവ്ലിനെസ്, കോൺവെർസേഷൻസ് ആൻഡ് ഡ്രീംസ് ഷീ റിമെമ്പേഴ്സ് ഫ്രം ദ പാസ്റ്റ് ആൻഡ് ദി ഇമോഷണൽ എംപ്റ്റിനെസ് ഷീ ഫീൽസ് നൗ. അവരുടെ ഭൂതകാലത്തിൽ നിന്ന് അവർ കൊണ്ടുവരുന്ന ലൈവ്ലിനെസ്, അവിടുത്തെ ആക്റ്റീവ് സ്വഭാവം, കോൺവെർസേഷൻസ്, അവരുടെ സംഭാഷണങ്ങൾ ആൻഡ് ഡ്രീം, സ്വപ്നങ്ങൾ, ഇതെല്ലാം ഭൂതകാലത്തിൽ നിന്നാണ്. ഇത് എന്തുമായി താരതമ്യപ്പെടുത്തുന്നു? ദി ഇമോഷണൽ എംപ്റ്റിനെസ് ഷീ ഫീൽസ് നൗ. അവർ ഇപ്പോൾ അനുഭവിക്കുന്ന ഇമോഷണൽ എംപ്റ്റിനെസ്സുമായിട്ട്, വൈകാരികമായ നഷ്ടവുമായിട്ട്, ഇല്ലായ്മയുമായിട്ട് അവർ താരതമ്യപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, ലോങ്ങിങ് ആൻഡ് നൊസ്റ്റാൾജിയ. ഇത് പിന്നെ പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 4 പോയിന്റ് കടന്നോട്ടെ നിന്നിട്ടാണ്. വേണമെങ്കിൽ ലോങ്ങിങ് ലവ് തന്നെ അല്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. നൊസ്റ്റാൾജിയ അവർ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച അതന്നെ അല്ലേ എന്ന് പറയാം. വേറെ ടേംസ് ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞെന്നുള്ളൂ. പിന്നെ ലോങ്ങിങ് എന്ന് പറഞ്ഞാൽ, ലോങ് ഫോർ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക തന്നെ അർത്ഥം. പക്ഷെ നമുക്ക് ഒരു സംഗതിയോട് തോന്നുന്ന ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന സ്നേഹത്തിനാണ് ലോങ് ഫോർ എന്ന് പറയാം. അപ്പൊ ഇവർക്ക് തറവാടുമായിട്ടുള്ള ബന്ധം, സ്നേഹം, അത് ലോങ് ഫോർ തറവാടാണ്. നൊസ്റ്റാൾജിയ, ഗൃഹാതുരത, ഈ 2 കാര്യങ്ങളും പരസ്പരം താരതമ്യം വരുന്നുണ്ട്. The poet's intense longing to revisit the house and the vivid descriptions of wanting to peer through its windows or listen to the frozen air reflect her deep nostalgia for the emotional richness of the past. അവരുടെ ഭൂതകാലം ഇമോഷണലി റിച്ച് ആയിരുന്നു. ആ റിച്ചായ ഭൂതകാലത്തേക്ക് ഒരിക്കൽ കൂടി തിരിച്ചു പോകാനുള്ള അവരുടെ ഭയങ്കരമായ നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. ആ തറവാട്ട് വീട്ടിൽ ഒന്ന് പോകുവാൻ ഞാൻ എത്ര തവണ കൊതിച്ചിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുവാനാണ്? വെറുതെ അവിടുത്തെ ബ്ലൈൻഡായ ഇരുട്ടുമൂടിയ ജനലുകളിലൂടെ എത്തി നോക്കുവാൻ, ഇവിടുത്തെ ഫ്രോസൺ എയർ ഒന്ന് ആസ്വദിക്കുവാൻ, ഒന്ന് ലിസൺ ചെയ്യുവാൻ, പിന്നെയോ അവിടുത്തെ ഇരുട്ടിൽ നിന്ന് ഒരു പിടി കൊണ്ടുവരുവാൻ എന്നൊക്കെ പറയുന്നത് അവരുടെ നൊസ്റ്റാൾജിക് ഫീലിംഗ്, നൊസ്റ്റാൾജിയുടെ ഇന്റൻസിറ്റി, അതിന്റെ തീവ്രത കാണിക്കുന്ന പ്രയോഗങ്ങളാകുന്നു. ദെൻ ഡിസ്പെയർ ആൻഡ് സീക്കിംഗ് കംഫർട്ട്, അവരുടെ വിരഹവും അതുപോലെ കംഫർട്ട് അന്വേഷിക്കലും. കംഫർട്ട് അന്വേഷിക്കാറുള്ള അവരിപ്പോ നിലവിലുള്ള ഈ ഒറ്റമുറി ജീവിതത്തിൽ ഏകാന്തമായ, രാവിലെ ഭർത്താവ് പോയത് മുതൽ വൈകിട്ട് വരെ ഏകാന്തമായിരിക്കുന്ന, അതിനുശേഷവും അവരുടെ ഇമോഷണലി എംപ്റ്റി ആയ ജീവിതത്തിൽ നിന്ന് അവർ കംഫർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ തറവാട്ടിലേക്ക് പോകുന്നത് എന്തിനാണ്? കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഗ്രാൻഡ് മദേഴ്സ് ഹൗസുമായിട്ട്
അവരുടെ മൈൻഡിനെ ബന്ധിപ്പിക്കുന്നത് കംഫർട്ടിന് വേണ്ടിയാകുന്നു. Then symbolism in the poem. എസ്സേയെ കുറിച്ച് വേറെ ഉണ്ട്. സിംബോളിസം പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. ഈ കവിതയിൽ അവതരിപ്പിക്കപ്പെട്ടുള്ള സിംബലുകൾ എന്തൊക്കെയാണെന്ന് ചോദ്യം. സിംബലുകൾ എന്ന് നമുക്കറിയാം, ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ആശയം ഒക്കെ സിംബലായിട്ട് വരാം. പക്ഷെ സിംബളിസം എന്ന കാറ്റഗറിയിൽ അത് ഉൾപ്പെടണമെങ്കിൽ ആ കേവല വസ്തു എന്നതിനപ്പുറം അതിന് വേറെ ചില ആശയങ്ങൾ കൺവേ ചെയ്യാൻ കഴിയണം. ഓക്കെ, അപ്പൊ അതിനാണ് കവിതയിലെ സിംബളിസം എന്ന് പറയാം. ഇവിടെ ആൻസെസ്ട്രൽ ഹോം, അബാൻഡൻഡ് ഹൗസ് ഒരു സിംബലാണ്. തറവാട് വീട്, ഉപേക്ഷിച്ചു പോയ തറവാട് വീട്, ഉപേക്ഷിക്കപ്പെട്ട തറവാട് വീട് ഒരു സിംബലാണ്. എന്തിന്? നോട്ട് ജസ്റ്റ് ഫിസിക്കൽ സ്ട്രക്ചർ. അത് ആ തറവാട് വീട് എന്ന് പറഞ്ഞാൽ അതൊരു ഫിസിക്കൽ സ്ട്രക്ചർ മാത്രമല്ല, ബട്ട് റെപ്രസെന്റ്സ് ദ റെപ്പോസിറ്ററി ഓഫ് ഇമോഷൻസ് ആൻഡ് മെമ്മറീസ്. അവരുടെ വികാരങ്ങളുടെയും ഓർമ്മകളുടെയും ഒരു സ്റ്റോർ ഹൗസ് ആകുന്നു, റെപ്പോസിറ്ററി ആകുന്നു, അതിന്റെ ഒരു സഞ്ചയമാകുന്നു തറവാട് എന്ന് പറയുന്നത്. അപ്പൊ തറവാട് എന്ന് പറഞ്ഞാൽ കേവലം ഒരു ബിൽഡിംഗ് അല്ല, പകരം എന്താകുന്നു? അവരുടെ ഓർമ്മകളും ഇമോഷൻസും കിടക്കുന്ന റെപ്പോസിറ്ററി ആകുന്നു, ശേഖരമാകുന്നു. ദെൻ സ്നേക്സ്, ദ സ്നേക്സ് മൂവിങ് എമംഗ് ബുക്സ്, ഇതും ഒരു സിമ്പിളാണ്. എങ്ങനെ? നെഗ്ലക്റ്റിനെയും ഇൻട്രൂഷൻ ഓഫ് ദി എക്സ്റ്റേണൽ വേൾഡിനെയും അവർ നെഗ്ലക്ട് ചെയ്തു. തറവാടിനെ എല്ലാവരും നെഗ്ലക്ട് ചെയ്യാൻ അവഗണിച്ചു വിട്ടു. മാത്രല്ല അപ്പൊ എന്ത് സംഭവിച്ചു? എക്സ്റ്റേണൽ വേൾഡ് തറവാടിന്റെ അകത്തേക്ക് കടന്നു കയറി എന്നുള്ള. ഒരിക്കൽ ഗംഭീരമായിരുന്ന സ്ഥലങ്ങളിലേക്ക് എക്സ്റ്റേണൽ, പുറം ലോകത്ത് നിന്ന് പലരും കടന്നു വന്നിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫ്രോസൺ എയർ ഒരു സിമ്പിൾ ആകുന്നു. സിംബിളൈസസ് ദ സ്റ്റാഗ്നേഷൻ. സ്റ്റാഗ്നേഷൻ പറഞ്ഞാൽ നിശ്ചലമായ അവസ്ഥ, സ്റ്റിൽനെസ്. ആ സെയിം മീനിങ് തന്നെയാണ്. സ്റ്റാഗ്നേഷൻ, stillness that envelops the house. Then darkness, അടുത്ത സിമ്പിൾ ആണ് darkness. Darkness longs to bring into her present life symbolizes more than just absence of light. It encapsulates, അത് ഉൾക്കൊള്ളുന്നു the melancholic essence and emotional depth of the past. അവരുടെ ഗൃഹാതുരത മൂലമുള്ള അവരുടെ ദുഃഖവും അതുപോലെ പാസ്റ്റിനോട് അവർക്കുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് സൂചിപ്പിക്കുന്നതാണ് ഇവിടെ ഇരുട്ട് എന്ന് പറയുന്നത്. കാരണം ഇരുട്ട് എന്താ നേരത്തെ നമ്മൾ പറയണ്ടായി, ആ ഇരുട്ട് ഭൂതകാലത്തിന്റെ ഭാരം പേറുന്ന ഒരു എസൻസ് ആകുന്നു. അതുകൊണ്ടാണ്. ദെൻ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, നമ്മൾ തറവാട് നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അതിൽ ഉപയോഗിച്ചിട്ടുള്ള സിംബലുകൾ. അതൊക്കെ എന്ത് ഫംഗ്ഷന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന കാര്യവും ആ പാരഗ്രാഫിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇനിയുള്ളത് 2 എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് പിന്നെ സിമ്പിൾ എസ്സേസ് ആണ്. സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ, ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നതിന്റെ സിഗ്നിഫിക്കൻസ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെയാണ് താരതമ്യങ്ങളിലൂടെയും സാമ്യ വ്യത്യാസങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് അവര് ഈ കഥ പറയുന്നത്. അപ്പൊ സാമ്യങ്ങളും വ്യത്യാസങ്ങളും പറയുന്നത് എന്താണ്? തറവാട്ട് വീട്ടിൽ അങ്ങനെയായിരുന്നു, ഇവിടെ പ്രസന്റ് ലൈഫിൽ ഇങ്ങനെയാണ്. തറവാട്ട് വീട്ടിൽ അങ്ങനെയായിരുന്നു, ഇവിടെ അങ്ങനെയാണ്. അങ്ങനെ പറയുന്ന കമ്പാരിസൺസ് അതൊക്കെയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഓരോ പാരഗ്രാഫിലും ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. Then last one, discuss love as the central motive of the poem. ഈ കവിതയുടെ കേന്ദ്ര ആശയം പ്രണയമാകുന്നു എന്ന അർത്ഥത്തിൽ ഒരു എസ്സേ എഴുതുക എന്നുള്ള. അത് വളരെ സിമ്പിൾ ആയിട്ട് എഴുതാവുന്നതാണ്. അവരിപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? പാസ്റ്റിൽ അവർ സ്നേഹിക്കപ്പെട്ടിരുന്നു, ഇപ്പൊ പ്രസന്റ് ലൈഫിൽ അവർ സ്നേഹിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ദേ ലോങ് ഫോർ ലവ്, അത് മാത്രമാണ് ഈ കവിതയുടെ എസെൻസ്. ആ എസെൻസിനെ എങ്ങനെയൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നത് വിവിധ പാരാഗ്രാഫുകളായിട്ട് ഒരു മോഡൽ എസ്സേ ആണ്. നമ്മൾ സാധാരണ പറയാറുള്ളത് മോഡൽ എസ്സേ ആണ്, അത് ടിപ്പിക്കൽ എസ്സേ ആണ് നമ്മൾ പറയുന്നില്ല, ഏറ്റവും മികച്ച എസ്സേ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ എഴുതാം എന്നൊരു മോഡൽ ആവുന്നു. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയ ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾ സമയം ആവുന്നുള്ളൂ. എല്ലാരും പോയാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് പിന്നെ റെക്കോർഡഡ് ക്ലാസ് ഒന്നിലധികം തവണ കേൾക്കുക, എന്നിട്ട് ഈ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളിലൂടെയും വീണ്ടും കടന്നു പോവുക. എക്സാമിന് വേണ്ടി മാത്രം പഠിക്കാതിരിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.